അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നബവിയ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള 22ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് അൽ ഹദീസു താസ്യ, 9ാമത്തെ ഹദീസാണ്. 8 ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹദീസ് ഇപ്രകാരമാണ്. അൻ അബീ ഹുറൈറത അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഅ്തൂ മിൻഹു മസ്തതഅതും فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഏറെ പ്രസിദ്ധമായ ഹദീസാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഹദീസാണ്. ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നത്, അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം കേട്ടു, നബി പറയുന്നതായി അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു. എന്തൊന്ന് ഞാൻ നിങ്ങളോട് വിലക്കിയോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. ഏതൊരു കാര്യത്തെ ഞാൻ നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. അതേപോലെ തന്നെ വമാ അമർത്തുക്കും ബിഹി ഫഅ്തൂ മിൻഹു മസ്തതഅതും. ഏതൊരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചോ ആ കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി സാധിക്കുന്നയത്ര നിങ്ങൾ പ്രാവർത്തികമാക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ ചെയ്യുക എന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബലികും കസ്റതു മസായിലിഹിം. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായം, പൂർവിക സമൂഹം, അവർ നശിക്കാൻ കാരണമായത് അനാവശ്യമായ ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ വഖ്തിലാഫുഹും അല അംബിയാഹിം, അവരുടെ പ്രവാചകന്മാരോടുള്ള വിയോജിപ്പുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വാദിഹായ, വളരെ വ്യക്തതയുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഹദീസിൻ്റെ റാവിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് ഹദീസ് ഉദ്ധരിച്ചത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരാണ് അബൂ ഹുറൈറ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി എന്നാണ്. ദൗസ് ഗോത്രക്കാരനാണ് അദ്ദേഹം. യമനിലെ ദൗസ് ഗോത്രക്കാരനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുഷംസ് എന്നായിരുന്നു. പിന്നീട് ആ പേര് മാറ്റിയാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു പൂച്ചക്കുട്ടി ഉണ്ടാകും, ഒരു പൂച്ചക്കുട്ടി. ആ പൂച്ചക്കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അബൂഹിർ, പൂച്ചക്കുഞ്ഞിൻ്റെ പിതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. പിന്നീട് അത് അബൂ ഹുറൈറ എന്ന് അറിയപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അദ്ദേഹം നിഴൽ പോലെ പിന്തുടർന്ന, പ്രവാചകൻ അങ്ങേയറ്റം പിന്തുടർന്ന വ്യക്തിയാണ് ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏകദേശം ചരിത്രം പറയുന്നത് 4 വർഷവും 3 മാസവും അദ്ദേഹം കഴിച്ചുകൂട്ടിയെന്നാണ്. അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി ആരാണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യമാണത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാൻ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, ഇമാം നസായി, ഇബ്നു മാജ, അങ്ങനെയുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാരെല്ലാവരും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ആരുടെ ഹദീസുണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്
കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രമുഖനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. തുഫൈൽ ഇബ്നു അംറു ദൗസി എന്ന് പറയുന്ന സ്വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായത് തുഫൈൽ ഇബ്നു അംറു ദൗസി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുകൂടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവെ ധാരാളം പഠിക്കാനുള്ള വ്യക്തിയാണ്. നമ്മുടെ വിഷയം അദ്ദേഹമല്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ചു എന്ന് മാത്രം. നമുക്ക് ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ഹദീത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു. ഞാൻ എന്തൊന്ന് നിങ്ങളോട് വിലക്കിയോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, അകന്ന് നിൽക്കണം. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി സത്യവിശ്വാസി എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് നൽകിയോ, കൊണ്ടുവന്നോ, അത് നിങ്ങൾ സ്വീകരിക്കണം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും വേണം. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം, ഇതാണ് ഖുർആൻ്റെ അധ്യാപനം. എന്താണോ നബി അത് നമ്മൾ സ്വീകരിക്കുക, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെ വിശ്വാസി സമീപിക്കാൻ പാടില്ല. ചോദ്യം ഉണ്ടാകും ചില ആൾക്കാർ, എന്തിനപ്പം അള്ളാഹ് ഹറാമാക്കിയതല്ലേ, നബി ഹറാമാക്കിയത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചാൽ അത് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൽ കാണാം, വഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയത് അള്ളാഹു നിഷിദ്ധമാക്കും പോലെ തന്നെയാണ്. കാരണം എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ല, വഹീൻ്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കുള്ളൂ, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പാടില്ല എന്ന് പഠിപ്പിച്ച, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം. അതാണ് ഈ ഹദീത്ത് ഒന്നാമതായി നമുക്ക് പഠിപ്പിക്കുന്ന കാര്യം. ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് കുറേ ഉണ്ടോ? ഇല്ല, വളരെ കുറവാണ്. നിഷിദ്ധങ്ങൾ വളരെ കുറവാണ്. ഹലാലുകളാണ് അധികമുള്ളത്, ഹലാലുകളാണ് കൂടുതലുള്ളത്. ഹറാമുകൾ കുറവാണ്. നിങ്ങൾ എണ്ണി നോക്കൂ, ഭക്ഷണം എടുത്ത് നോക്കിയാൽ ഭക്ഷണത്തിൽ ധാരാളം ഹലാലുകളാണ് അല്ലേ, ധാരാളം ഹലാലുകൾ. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും പുതിയ പുതിയ കടകൾ, പുതിയ പുതിയ ഷോപ്പുകൾ ഇങ്ങനെ വരികയാണ് അല്ലേ. ചായയുടെ കടകളുണ്ട്, ജ്യൂസിൻ്റെ കടകളുണ്ട്, അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റി ഭക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇപ്പോൾ ചില അവിൽ മിൽക്കുകളുടെ കടകളുടെ ബോർഡിൽ തന്നെ കാണാം 60+ അല്ലെങ്കിൽ 70+ അവിൽ മിൽക്കുകൾ അവിടെ ലഭ്യമാണ്. അതൊക്കെ ഹലാലാണ്, ഹറാമല്ല. അപ്പോൾ ഹലാലായ ഭക്ഷണമാണ് കൂടുതൽ. കുറവാണ്, ഹറാമുകൾ കുറവാണ്. പന്നിമാംസം പാടില്ല അല്ലേ, അതേപോലെ തന്നെ ശബത്ത തിന്നാൻ പാടില്ല. ഭക്ഷണം എടുത്തു നോക്കിയാൽ തന്നെ ഹറാമുകൾ കുറവാണ്. പലിശ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. വ്യഭിചാരം പാടില്ല. ഏതൊക്കെ വാതിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊട്ടിയടച്ചോ അതൊക്കെ മനുഷ്യന് ഉപദ്രവമുള്ളതാണ്. മനുഷ്യനതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യനും ഉപദ്രവമാണ്. പരിശോധിച്ച് നോക്കൂ നിങ്ങൾ, മദ്യം മനുഷ്യന് ഖൈറാണ്, നന്മയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹു ഹറാമാക്കിയ, റസൂലുള്ളാഹി ഹറാമാണ് എന്ന് പഠിപ്പിച്ചൊരു കാര്യം ഒരു കാലത്ത് മനുഷ്യന് ഖൈറുണ്ടാവില്ല, ഒരു കാലത്തുണ്ട്. കാരണം അത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ആ നിയമം തെറ്റിക്കണേ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അള്ളാഹുവാണ് ഹറാമാക്കിയത്. മനുഷ്യനെക്കുറിച്ചറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച, ഈ മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നറിയുന്ന റബ്ബാണ് നിഷിദ്ധമാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച ആ നിഷിദ്ധങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി ചെയ്യണം. എന്താണോ നബി കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഹദീത്ത് പഠിക്കുമ്പോൾ 2 ചിന്തകൾ വരണം. ഒന്ന്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. രണ്ടെന്താ? അള്ളാഹിൻ്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇത് സ്വന്തത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്? നിർബന്ധമായ കുറേ കാര്യങ്ങൾ, നമസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഐച്ഛികമായ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇപ്പം പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ ഇരിക്കരുത്, തഹിയ്യത്തുൽ മസ്ജിദാണ്, നബി കൽപ്പിച്ച കാര്യമാണ്. നമ്മളിൽ മറന്നുപോകുന്ന പല ആൾക്കാരും
അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള പണമുണ്ടായിട്ടും അത് അറുക്കാതെ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. നബിയുടെ കൽപ്പനയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്. ഉദ്ഹിയ്യത്ത് അറുക്കണം, ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ള പ്രബലമായ സുന്നത്താണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ കൽപ്പനകളെ കഴിവിൻ്റെ പരം എന്താ നമുക്ക് പറ്റുന്നതാണോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ജുമാഅക്ക് നിങ്ങൾ നേരത്തെ പോകണം, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യമാണ്. ഐച്ഛിക നമസ്കാരങ്ങൾ, ഒരു ദിവസം 12 റക്അത്ത് നമസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ, അതേപോലെ തന്നെ ദിക്റുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, സ്വതക്ക നൽകുക, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പാലിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണം. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പൊളിച്ച് കളയാൻ പാടില്ല. അപ്പോൾ ഹദീസ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം എന്താ? കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി ഹദീസിൽ പറയുന്നത്, പൂർവിക സമൂഹങ്ങൾ നശിക്കാൻ കാരണമായത് അനാവശ്യമായ ചോദ്യങ്ങളാണ്. ഇത് നമ്മളും പഠിക്കണം. അനാവശ്യമായ ചോദ്യങ്ങൾ പാടില്ല. ഉപകാരമുള്ളത് ചോദിച്ചാൽ മതി, അറിയേണ്ടത് ചോദിച്ചാൽ മതി. എന്നാൽ അനാവശ്യമായ ചോദ്യങ്ങൾ അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും, അത് ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്രായേലിയരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, മൂസാ നബിയുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ, മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളോട് പറയുന്ന ഒരു പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്, ഒരു പശുവിനെ അറക്കാൻ. പിന്നെ അവിടെ സംഭവിച്ചത് എന്താ? ആ ആളുകൾ മൂസാ നബിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, ആ പശു എങ്ങനെയുള്ളതാ, അത് ഏത് നിറം വേണം, അല്ലേ, അതെങ്ങനെ, അത് തടിച്ചതാണോ മെലിഞ്ഞതാണോ, ഒരുപാട് ചോദ്യങ്ങൾ. എന്തേ അള്ളാഹു അവരോട് പറഞ്ഞത്? ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു പശുവിനെ. അവർക്കൊരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവരുടെ അധികരിച്ച ചോദ്യങ്ങൾ എന്താ സംഭവിച്ചത്? അവർക്ക് ആ വിശദീകരണങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു പശുവിനെ കണ്ടെത്താൻ കഴിയാതെ വന്നു, അങ്ങേയറ്റം പ്രയാസപ്പെട്ടു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അനാവശ്യമാകാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഒരു മനുഷ്യൻ, ഫഖാല റജുൽ, ഒരാൾ ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ? എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ? ഫസഖത, നബി മിണ്ടാതിരുന്നു എന്നാണ്. ഹത്ത ഖാലഹ സലാസൻ, അദ്ദേഹം 3 തവണ ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നല്ലോ, ഖുൽതു നഅം ലവജബതു വലമ്മസ്തതഅതും സുമ്മ ഖാല ذروني ما تركتكم فإنما هلك من كان قبلكم بكثرة سؤالهم എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താ നബി പറഞ്ഞത്? ഞാനെങ്ങാനും നഅമെന്ന് പറഞ്ഞാൽ, അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഭാരമാകും, പ്രയാസാകും. അള്ളാഹു എന്തേ പറഞ്ഞ? ഹജ്ജ് ചെയ്യാനാണ് കൽപ്പിച്ചത്. അപ്പം അത് ചോദിച്ചാണ്ട് എന്ത് ചെയ്യണ്ട? അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് എല്ലാ കൊല്ലം ചെയ്യണോ, എല്ലാവരും ചെയ്യണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അധികരിച്ച ചോദ്യത്തെ അവിടെ തിരുത്തുകയാണ്. നബി പറഞ്ഞെന്താ? ഇങ്ങനെയാണ് പൂർവിക സമൂഹങ്ങളിൽ പല ആൾക്കാരും നശിച്ചു പോയത്, അധികരിച്ചുള്ള ചോദ്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉപകാരമില്ലാത്ത അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 101-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിരോധിക്കുന്നത്, പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇന്ന പ്രകാരമാണ്, ഇന്നിന്ന രീതിയിലാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല എങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ഹിതമനുസരിച്ച്, അവരുടെ സൗകര്യമനുസരിച്ച് അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് വിശദാംശങ്ങളെക്കുറിച്ച് ചോദിച്ച് എന്ത് ചെയ്യേണ്ട? ആ കാര്യത്തെ നമ്മൾ ബുദ്ധിമുട്ടുള്ളതാക്കാൻ പാടില്ല എന്ന് ഇത്തരം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അധികരിച്ച ചോദ്യങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. മൂന്നാമത്തെ മറ്റൊരു വിഷയമുള്ളത്, പൂർവിക സമൂഹം നശിക്കാൻ കാരണമായത് പ്രവാചകന്മാരോടുള്ള വിയോജിപ്പ് കാരണമാണെന്നാണ്. ഇതിനോട് ചേർത്ത് പറഞ്ഞതാണ് നബി ഹദീത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യമാണ്. പൂർവീകന്മാരായ പ്രവാചകന്മാരോട് വിയോജിപ്പ്. പ്രവാചകന്മാരെ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, അമ്പിയാക്കളാണ്, നബിമാരാണ്,
അല്ലേ? അവരോട് വിയോജിപ്പ് കാണിച്ചത് കൊണ്ട് പല ആൾക്കാരും നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കും. എല്ലാ പ്രവാചകന്മാരും ഏതൊക്കെ ഖുർആനിലും ഹദീത്തിലും വന്ന പ്രവാചകന്മാർ അവരൊക്കെ അംഗീകരിക്കും. ആ പ്രവാചകന്മാർക്ക് വേദം ലഭിച്ചവരുണ്ട്, ഏടുകൾ ലഭിച്ചവരുണ്ട്, അല്ലേ? വഹി ലഭിച്ച ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, അതൊക്കെ അംഗീകരിക്കണം. ആർക്കിടയിലും വേർതിരിവില്ല, ആർക്കിടയിലും വ്യത്യാസമല്ല. അവർ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ അവർ പഠിപ്പിച്ചതിലേക്ക് ആളുകൾ പലതും കടത്തിക്കൂട്ടി. എന്നാൽ ആ പ്രവാചകന്മാരുടെ പൂർത്തീകരണമായി അന്തിമ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് നമ്മുടെ ശരീഅത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്, ഖുർആനാണ്, സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയ 2 പ്രമാണങ്ങളാണ്. അത് അനുസരിച്ച് അത് മുറുകെ പിടിച്ച് എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ച് ആരോടും വേർതിരിവ് കാണിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പോഴാണ് അവന് യഥാർത്ഥ വിജയിയാകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്ന്, ഹലാലും ഹറാമും വ്യക്തമാണ്. ഹലാലും ഹറാമും വ്യക്തമാണ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, അല്ലെങ്കിൽ അൽ ഹലാലു മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി, ഹലാൽ അല്ലാഹുവിൻ്റെ കിതാബിൽ എന്ത് ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. വൽ ഹറാമു മാ ഹറമല്ലാഹു ഫീ കിതാബിഹി, എന്തൊന്നാണോ ഹറാമായിക്കൊണ്ട് ഗ്രന്ഥങ്ങളിൽ അതാണ് ഹറാം, അതാണ് ഹലാൽ. അത് 2 വ്യക്തമാണ്. അതുകൊണ്ട് ഹലാലുകൾ എന്ത് ചെയ്യുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിലായില്ലേ? ഇതാണ് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക, പ്രവാചകന്മാർ അംഗീകരിക്കുന്നവരാവുക, പ്രവാചകന്മാരോട് വിയോജിപ്പ് വെച്ച് പ്രകടിപ്പിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ദുനിയാവിലെ ഇഹലോകത്തെ ജീവിതത്തെ ഭംഗിയാക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെയാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹദീസുമായി, ഈ ഗ്രന്ഥത്തിലെ മറ്റൊരു ഹദീസുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.